അതാണ് ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ഘടകകക്ഷികളെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോ RJD-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. CPI വളരെ ശക്തമായി അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തീരുമാനത്തിന്റെ സാങ്കത്യം എന്ത് തന്നെയായാലും ഘടകകക്ഷികൾക്ക് ദഹിക്കുന്നതല്ല, ബോധ്യപ്പെടുന്നതല്ല, മുന്നണിയുടെ കൺകറൻസ് ഇല്ലാതെയുള്ള തീരുമാനമാണ്. അപ്പൊ ഈ തീരുമാനം സ്വന്തം മുന്നണി ഘടകകക്ഷികൾക്ക് ബോധ്യമില്ലാത്ത, ഉറപ്പില്ലാത്ത, വിശ്വാസമില്ലാത്ത തീരുമാനം ജനങ്ങൾ എന്തിനു വിശ്വസിക്കണം? ഈ വർഗീസ് ജോർജ് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. ഇവിടെ അദ്ദേഹം ഈ കാര്യം അറിയില്ല എന്ന് പറയുന്നതിന് യാതൊരു പിൻബലവുമില്ല. ഇപ്പം ഞാൻ 2023-24 മദ്യനയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം വായിക്കാം. സംസ്ഥാനത്ത് ഉപഭോഗത്തിനാവശ്യമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കും. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കും. അതിൻ്റെ മദ്യനയത്തിൻ്റെ പാര 24 പറയുന്നു, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാവുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. അതുപോലെ നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. ഇത് LDF-ന്റെ നയം എന്നുള്ളതിലേക്ക് ഗവൺമെൻറ് അംഗീകരിച്ച കാര്യമാണ്. ഇപ്പോൾ ആ നയത്തിൽ നിന്ന് എന്തെങ്കിലും നിലക്കുള്ള വ്യതിയാനം ക്യാബിനറ്റ് തീരുമാനത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഉണ്ടോ എന്നുള്ളതിൽ പരിശോധിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചിട്ടുള്ള ഒരു നയം എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിന് ഒരു കൊല്ലം ഉണ്ടാവുന്ന നഷ്ടം എന്താണാവോ? അതെങ്ങനെ LDF-ന്റെ നയമായിട്ട് സാർ വായിക്കും? അത് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയൊരു നയമല്ലേ? അത് LDF ചർച്ച ചെയ്തിട്ട് രൂപീകരിച്ചൊരു നയമാണോ? LDF-ന്റെ ഗവൺമെന്റിന്റെ നയം 2022-23 23-24 അംഗീകരിച്ചിരിക്കുന്ന ഒരു നയം LDF ഗവൺമെന്റിൻ്റെതല്ല, LDF-ന്റെതല്ല എന്ന് എങ്ങനെ ആളുകൾക്ക് പറയാൻ വേണ്ടി കഴിയുക? എങ്ങനെ വർഗീസ് ജോർജിന് പറയാൻ കഴിയുന്നത് എനിക്കറിയില്ല. LDF-ന്റെ ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ച 2 വർഷങ്ങൾക്ക് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് അംഗീകരിച്ചിരിക്കുന്ന ഒരു നയം അത് LDF-ന്റെ നയമല്ല എന്ന് പറഞ്ഞാൽ LDF നയം അല്ലാതാവൂ? അങ്ങനെ ആയിരുന്നെങ്കിൽ ആ വിഷയം സംബന്ധിച്ച് നേരത്തെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതല്ലേ? അതിൽ വർഗീസ് ജോർജിന് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമില്ല. അപ്പോൾ ഞാൻ പറയുന്നതൊന്നുമല്ല, ഇവിടെ നേരത്തെ LDF-ന്റെ നയമാണെങ്കിൽ LDF ചർച്ച ചെയ്യണ്ടേ? നിങ്ങൾക്ക് വർഗീസ് ജോർജിന് വല്ല തർക്കമുണ്ടെങ്കിൽ LDF-ന്റെ വേദിയൊന്നുമല്ല ഇത്. ഈ വിഷയം സംബന്ധിച്ച് UDF-ന്റെയും LDF-ന്റെയും നിലപാടുകൾ ഗൗരവമായ നിലക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ്. LDF-ന്റെ നയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ അത് RJDക്ക് ഉന്നയിക്കാവുന്നതാണ്. അതനുസരിച്ച് നയം മാറ്റുന്നതിന് ആർക്കും എതിരുള്ളത്? ഞാനിവിടെ പറയുന്നത് UDF ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ യാതൊരു കഴമ്പുമില്ല. ഈ കേരളത്തിലേക്ക് ഏതാണ്ട് 4000 കോടിയുടെ സ്പിരിറ്റ് കേരളത്തിൽ വരികയാണ്. അത് കൊണ്ടുവരുന്നത് ഒന്ന് BJP-യുടെ നേതാവിന്റെ സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ നിന്നാണ്, മറ്റൊന്ന് കർണാടക കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് നിന്നാണ്. അത് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? പിന്നെ ഇവിടെ ഇപ്പോൾ മദ്യക്കമ്പനി ഉണ്ടാക്കാനെന്നല്ലോ ആരംഭിക്കുന്നത്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ 4 ഘട്ടമായിട്ടാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. അതിൽ അവസാനത്തെ 4ാമത്തെ ഘട്ടമാണ് ബ്രൂവറി. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ലൈസൻസുകൾ ആവശ്യമുണ്ട്, ഒരുപാട് ഘട്ടങ്ങൾ കിടക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രം വരുന്ന ബ്രൂവറിയെ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്താ? പിന്നെ വെള്ളത്തിന് ലഭ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായ നിലക്ക് ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന പഞ്ചായത്തുകൾ? പുതുപ്പരിയാരമാണ്, അകത്തേത്തറയാണ്, മരുത റോഡാണ്, പുതുശ്ശേരിയാണ്. അവിടേക്ക് വേണ്ടി ആകെ വേണ്ടി വരുന്ന വെള്ളം 81.5 ദശലക്ഷം ലിറ്ററാണ് പ്രതിദിനം. അത് അവിടെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംഭരണ ശേഷി മലമ്പുഴക്കുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരുന്ന 96 ദശലക്ഷം. അതുപോലെ തന്നെ മറ്റ് ജലസേചനത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത് ഈ ഫെബ്രുവരി 15 വരെ, നവംബർ മുതൽ 15 വരെ. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഈ 2 കാര്യത്തിലും ഒരു നിലക്കുമുള്ള ജലദൗർലഭ്യം മലമ്പുഴയിൽ ഉണ്ടായിട്ടില്ല. മലമ്പുഴയിൽ ആകെ ആവശ്യമായിട്ട് വരുന്നതിൻ്റെ 1.1% ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടി കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 0.05 ആണ്. ഇനി അത് മാക്സിമം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് കമ്പനി വന്നാൽ 0.5 ആണ്. അത് കൊടുക്കുന്നതിന് ഈ കമ്പനിക്ക് എന്തെങ്കിലും ഒരു തടസ്സമില്ല. പിന്നെ ഇത് എങ്ങനെയാണ് കിൻഫ്രക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക? കിൻഫ്രക്ക് ഈ കാര്യം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്താണ്. ഇവിടെ കിൻഫ്ര ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വ്യവസായ ആവശ്യത്തിന് ഇത് വെള്ളം കൊടുക്കുന്നുണ്ട്. അത് സംബന്ധിക്കുന്ന തീരുമാനം ഉണ്ടായ നേരത്തെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കിൻഫ്രക്ക് കൊടുക്കുന്ന 10 MLD വെള്ളത്തിൽ നിന്നാണ് ഈ വെള്ളം കൊടുക്കുക എന്നുള്ള കാര്യം ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ 0 വേസ്റ്റേജ് ആണ്.
ഒരു നിലക്കുള്ള വേസ്റ്റേജ് ഇല്ല. പിന്നെ എങ്ങനെയാണിത് കേരള താല്പര്യത്തിന് വിരുദ്ധമാവുക? ശരി, ഒരു ഓക്കേ. നിലക്കുള്ള അത് wastage ഇല്ല. കോൺഗ്രസിന്റെയും ഒരു നിലക്കുള്ള BJP യുടെയും ആരോപണമാണ്. നമുക്ക് ആ ഏതാണ്ട് വിഷയം ചർച്ച ചെയ്യാം. 4000 കോടിയോളം ആദ്യം ലാഭം LDF ഉണ്ടാവുന്നു. മുന്നണിയിലെ 650 പേർക്ക് പ്രശ്നം ജോലി തീർത്തിട്ട്. കിട്ടുന്നു. ശരി, അപ്പോൾ